Good morning. Okay. പേരായി 22 പേരായി അല്ലേ? ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അവർ കയറിക്കോട്ടെ അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റീരിയൽസ് മാനേജ്മെന്റില് നമ്മൾ എന്താ പറഞ്ഞു നിർത്തുന്നത്? നെഗോഷിയേഷൻ ആണ് അല്ലെ? നെഗോഷിയേഷന്റെ ഒബ്ജക്റ്റീവ്സ്, ദെൻ പിന്നെ അടുത്തത് നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ വരുന്നത് ആരൊക്കെയാണ്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയാണ് അല്ലെ? നെഗോഷിയേഷൻ കമ്മിറ്റി includes of a purchase manager, finance manager, particular person from the user department, then most probably administration also. പക്ഷേ അഡ്മിനിസ്ട്രേഷനും കമ്മിറ്റിയിൽ ഉൾപ്പെടാം. അതൊക്കെ പർച്ചേസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ആ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു വ്യക്തി, പിന്നെ ഒരുപക്ഷെ അഡ്മിനിസ്ട്രേഷനും ഉൾപ്പെടാം. അത് ചോദിക്കാറുണ്ട് കേട്ടോ. നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷന്റെ പ്രോസസ് എന്തൊക്കെയാണ്? നെഗോഷിയേഷന്റെ പ്രോസസ്, നെഗോഷിയേഷൻ എന്ന് പറഞ്ഞ എന്താ? ചർച്ചകൾ അല്ലെ? ഏതൊക്കെയാണ് സ്റ്റെപ്പുകൾ? അത് 3 ഫേസ് ഉണ്ട്. അതിന്റെ പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ. നെഗോഷിയേഷൻ പ്രോസസ്സിന് 3 ഫേസുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, പ്രീ നെഗോഷിയേഷൻ ഫേസ്. എന്താ? നെഗോഷിയേഷന് മുന്നുള്ള ഘട്ടം, ചർച്ചയ്ക്ക് മുന്നുള്ള ഘട്ടം. അടുത്തത് ബി നോക്കിയേ, മീറ്റിംഗ് ഫേസ്. അടുത്തത് മീറ്റിംഗ് ഫേസ് ആണ്. ദെൻ സി വരുന്നത് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. നെഗോഷിയേഷന് ശേഷമുള്ള അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ശേഷമുള്ള ഘട്ടം, അതിനെ പറയുന്ന മറ്റൊരു പേരാണ് എക്സിക്യൂട്ടീവ് ഫേസ് എന്ന്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലേ? ജസ്റ്റ് പേരുകൾ മാത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു. പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എക്സിക്യൂട്ടീവ് ഫേസ്. അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഫേസ് എന്നറിയപ്പെടുന്നത് ഏത് ഫേസ് ആണ്? ഏതാണ്? പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. ഓക്കെ, 3 ഫേസുകൾ, അതിന്റെ പേരുകൾ പഠിച്ചു വെക്കാം. ഇനി അതിനകത്ത് നോക്കിയേ, പ്രീ നെഗോഷിയേഷൻ ഫേസ്, ചർച്ചയ്ക്ക് മുന്നുള്ള ഘട്ടം. അതിന് തന്നെ വീണ്ടും നമ്മൾ 5 സ്റ്റെപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതിന്റെ 3 ഫേസുകൾ പഠിച്ചു വെക്കണം. അതിന്റെ പേര് നിർബന്ധമായിട്ടും പഠിക്കാം. ഇനി നോക്കിയാൽ അതിനകത്ത് പ്രീ നെഗോഷിയേഷൻ ഫേസിൽ വരുന്ന 5 സ്റ്റെപ്സ്, 5 സ്റ്റെപ്പുകൾ. ഓക്കെ, കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ. ഒന്നാമത്തെ എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ആ മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള വിവരം. കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ. മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ. ഇപ്പൊ നമ്മൾ എന്താ, ഏത് മെറ്റീരിയൽ ആണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, എടുക്കുന്നത് അല്ലെ? ആ ചർച്ചകൾ നടത്തി അതിലൂടെ നമ്മൾ ആ പല ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. പറഞ്ഞത് ഫസ്റ്റ് പ്രീ നെഗോഷിയേഷന് മുന്നേ ഉള്ള ഫേസ് ആണ് നമ്മൾ പറയുന്നത്. അതിനെ വീണ്ടും 5 സ്റ്റെപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഏതാ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ. മെറ്റീരിയലിനെ കുറിച്ചുള്ള ശരിയായ വിവരങ്ങള്. ദെൻ സ്റ്റെപ്പ് 2 നോക്കിയ അനാലിസിസ്, വിശകലനം ചെയ്യുന്നു. അനാലിസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. മറ്റുള്ള ടെൻഡറുകൾക്കുള്ള വിവരങ്ങൾ അടങ്ങുന്ന വിശകലനം. ഇപ്പൊ കുറെ ടെൻഡേഴ്സ് ഉണ്ടാവും അല്ലെ? നമ്മൾ ഇപ്പൊ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ പല ടെൻഡർ വിളിക്കും. അപ്പൊ അത് നമ്മൾ അനലൈസ് ചെയ്യണം അല്ലെ? അത് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് ബെസ്റ്റ് ഏതാണ് എന്നുള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ചർച്ചയ്ക്ക് മുന്നേ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പാണ് അനലൈസ് ചെയ്യണം, അത് വിശകലനം ചെയ്യണം. എന്തെന്നാ? മറ്റുള്ള ടെൻഡേഴ്സ് അടങ്ങുന്ന ആ വിശകലനം. മൂന്നാമത്തെ നോക്കിയ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. നോക്കിയേ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ. നമ്മൾ അതിലൂടെ എത്രത്തോളം നമുക്ക് പോകാൻ പറ്റും. നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാണ്, അത് ആ ഒരു ഇതിലൂടെ നമുക്ക് എത്രത്തോളം പോകാൻ പറ്റും. ദെൻ നാലാമത്തെ സ്റ്റെപ്പ് ഡെവലപ്പിംഗ് ഓഫ് സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ എന്താ? തന്ത്രങ്ങൾ അല്ലെ? തന്ത്രങ്ങള് വികസിപ്പിക്കുക, പ്ലാൻ ചെയ്യുക. ഡെവലപ്പിംഗ് ഓഫ് സ്ട്രാറ്റജീസ്. അടുത്തത് 5 നോക്കിയേ, പ്രിലിമിനറി ടാക്ടിക്സ്, പ്രാഥമിക തന്ത്രങ്ങൾ.
പ്രിലിമിനറി ടാക്ടിക്സ്, എന്താ പ്രാഥമിക തന്ത്രങ്ങൾ. ഇത്രയാണ് പ്രീ നെഗോഷിയേഷൻ ഫേസിൽ വരുന്ന 5 സ്റ്റെപ്സ്. ഓക്കെ, 5 സ്റ്റെപ്പുകളാണുള്ളത്. കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയലിനെ കുറിച്ചുള്ള ശരിയായ വിവരം, അനാലിസിസ്, വിശകലനം നടത്തുന്നു. എന്തുമായിട്ടാണ്? മറ്റുള്ള ടെൻഡേഴ്സ് അടങ്ങുന്ന ഒരു വിശകലനം. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നു, അതായത് നമുക്ക് അതിൽ എത്രത്തോളം നമുക്ക് പോകാൻ പറ്റും, ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ, അതിലൂടെ നമുക്ക് എത്രത്തോളം പോകാൻ പറ്റും. ദെൻ ഫോർത്ത് വൺ, ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ അഞ്ചാമത്തെ സ്റ്റെപ്പ് പ്രിലിമിനറി ടാക്ടിക്സ്, പ്രാഥമിക തന്ത്രങ്ങൾ. ഇനി രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ് ഫേസ് ആണ്. മീറ്റിംഗ് ഫേസ് then will not be completed in one meeting. Meeting phase ഒരൊറ്റ മീറ്റിംഗ് കൊണ്ട് കംപ്ലീറ്റ് ആവുന്നില്ല. അതിനെ നമുക്ക് വീണ്ടും 3 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. മീറ്റിംഗ് ഫേസ് 3 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അതായത് ഒരു മീറ്റിംഗ് കൊണ്ട് അത് കംപ്ലീറ്റ് ആകുന്നില്ല. then they also divide into 3. 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കി ഏതൊക്കെയാ? എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, ഡിസ്കഷൻ മീറ്റിംഗ്, എഗ്രിമെന്റ് മീറ്റിംഗ്. അതിന് ഇതും പഠിച്ചു വെക്കുക കേട്ടോ. 3 മീറ്റിംഗ് ഫേസ് ഏതാണ്? പേരുകളൊന്നുകൂടി നോക്കിയേ. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, എന്താ? പരിവേഷണ യോഗം. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, പരിവേഷണ യോഗം. then അടുത്തത് ഡിസ്കഷൻ മീറ്റിംഗ്, ഡിസ്കഷൻ മീറ്റിംഗ്. then അടുത്തത് എഗ്രിമെന്റ് മീറ്റിംഗ്. കിട്ടിയോ? 3 മീറ്റിംഗിന്റെ ഫേസുകള്. മീറ്റിംഗ് ഫേസിന്റെ 3 സ്റ്റെപ്പുകള് ഏതൊക്കെയാണ്? എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, ഡിസ്കഷൻ മീറ്റിംഗ്, എഗ്രിമെന്റ് മീറ്റിംഗ്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗിൽ എന്താ? 2 parties introduce themselves and information analyzed. 2 പാർട്ടികൾ പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവര് പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവർക്കുടെ ഇൻഫർമേഷൻസ്, അവരുടെ വിവരങ്ങള് വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. അതാണ് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗിൽ നടക്കുന്നത്. എന്താ? 2 കക്ഷികള് പരസ്പരം അവരുടെ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ആ ഇൻഫർമേഷൻ അനലൈസ് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു. ഇനി ഡിസ്കഷൻ മീറ്റിംഗിൽ എന്താ? ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്നു. ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നു. ദെൻ മൂന്നാമത്തെ എഗ്രിമെന്റ് മീറ്റിംഗ്. എന്താണ് എഗ്രിമെന്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ? എഗ്രിമെന്റ് reached at the contract is signed by both the parties. എന്ത് ചെയ്യുന്നു? 2 പാർട്ടികൾ പരസ്പരം സംസാരിച്ച് അവരുടെ വിവരങ്ങളൊക്കെ അനലൈസ് ചെയ്ത് നമുക്ക് ഇഷ്യൂ ഡിസ്കസ് ചെയ്തിട്ട് അവർ അവസാനം എന്തിലേക്ക് എത്തിച്ചേരും? ഒരു എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 2 പാർട്ടികളും പരസ്പരം എന്ത് ചെയ്യുന്നു? ഒരു കോൺട്രാക്റ്റില് സൈൻ ചെയ്യുന്നു. ഇതാണ് മീറ്റിംഗ് ഫേസിൽ നടക്കുന്ന 3 സ്റ്റെപ്പുകൾ. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ഓൾറെഡി ടെൻഡേഴ്സ് ഒക്കെ വിളിക്കൂലേ? ആ സമയത്തൊക്കെ ഇങ്ങനെ തന്നെയല്ലേ പോകുന്നത്. 2 കക്ഷികള് നമ്മളൊരു ഇത് വെക്കുമ്പോ അവര് പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടുത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു, അവസാനം ഒരു എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുന്നു. 2 പാർട്ടികളും പരസ്പരം എന്ത് ചെയ്യുന്നു? ആ ഒരു കോൺട്രാക്റ്റില് സൈൻ ചെയ്യുന്നു. ഓക്കെ, 3 ഇത് കിട്ടിയോ? 3 ആ സ്റ്റെപ്സുകൾ കിട്ടിയോ അവിടെ? മീറ്റിംഗ് ഫേസിൽ വരുന്ന 3 സ്റ്റെപ്പുകൾ പേര് പഠിച്ചു വെക്കണം കേട്ടോ. ഏതൊക്കെയാണ്? ഹോസ്പിറ്റലും ടെൻഡേഴ്സും. അതായത് ആ ഡിപ്പാർട്ട്മെന്റും നമ്മൾ പർച്ചേസ് ചെയ്യുന്നില്ലേ, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റും, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റും, പിന്നെ അതുപോലെ ടെൻഡേഴ്സും. അപ്പൊ നമ്മൾ അതില് കുറെ ടെൻഡർ മെറ്റീരിയൽസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് കുറെ ടെൻഡറുകൾ നമ്മൾ ക്ഷണിക്കൂലേ? അത് ഡിസ്കസ് ചെയ്തിട്ട് എഗ്രിമെന്റിലേക്ക് ഇന്ന ആളിൽ നിന്ന് നമുക്ക് ഇന്ന ഇത് വാങ്ങാം, മെറ്റീരിയൽസ് വാങ്ങാം എന്നുള്ളത് ആ എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുന്നു. ആ കോൺട്രാക്റ്റില് 2 പാർട്ടികളും പരസ്പരം എന്ത് ചെയ്യുന്നു? സൈൻ ചെയ്യുന്നു. ഇനി നോക്കിയ അടുത്ത ഘട്ടം ഏതാണ്? പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. നെഗോഷിയേഷന് ശേഷമുള്ള ഫേസ്, അതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എക്സിക്യൂട്ടീവ് ഫേസ്. എന്താ പറ്റുന്നേ നോക്കി അവിടെ? എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്. എഗ്രിമെന്റ് നടപ്പിലാക്കുന്നു, ആ കരാറ് നടപ്പിലാക്കുന്നു. നെഗോഷിയേഷന് ശേഷം അല്ലെ, ചർച്ചയ്ക്ക് ശേഷം മീറ്റിംഗ് കഴിഞ്ഞു, എഗ്രിമെന്റിലേക്ക് എത്തി, 2 പാർട്ടികളും പരസ്പരം കോൺട്രാക്ട് സൈൻ ചെയ്തു.
എന്നിട്ട് എന്താണ് അടുത്ത ഘട്ടത്തില് എഗ്രിമെന്റ് എന്ത് ചെയ്യുന്നു ഈസ് ക്യാരിഡ് ഔട്ട്, എഗ്രിമെന്റ് നടപ്പിലാക്കുന്നു. അതിന് വീണ്ടും കുറച്ച് സ്റ്റെപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. എല്ലാത്തിനെയും വീണ്ടും നമ്മുടെ ഓരോ ഫേസിനെ വീണ്ടും ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിൽ വരുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ, പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വാങ്ങണം, എന്തൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നുള്ളതിനുള്ള ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. ആ സ്റ്റെപ്പുകൾ ഒന്ന് നോക്കി വെക്കാട്ടോ. എന്തൊക്കെയാണ്? ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. പോസ്റ്റ് നെഗോഷിയേഷന് ശേഷമുള്ള നമുക്ക് ഫേസ് ആണ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ആണ് ഈ പറയുന്നത്. അതില് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. എന്തൊക്കെ സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യണ്ടേ, ഏതൊക്കെ മെറ്റീരിയൽ ആണ് ഹോസ്പിറ്റലിലേക്ക് പർച്ചേസ് ചെയ്യണ്ടേ എന്നുള്ള പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. ഇനി അടുത്ത് നോക്കിയേ, സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ്. പരിശോധന നടത്തുന്നു. ഇൻസ്പെക്ഷൻ എന്താ? പരിശോധന. നമ്മൾ അത് സോഴ്സിനായിട്ടുള്ള പരിശോധന. ആ മെറ്റീരിയൽ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ആ സോഴ്സ്, അതിനുള്ള ഒരു ഇൻസ്പെക്ഷൻ. പിന്നെ നോക്കിയേ, ടു റിസീവ് എ പർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോർസ്. ഞങ്ങളുടെ സ്റ്റോറുകളിൽ ഒരു പ്രത്യേക ഐറ്റം റിസീവ് ചെയ്യുക. ടു റിസീവ് എ പർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോർസ്. ഇനി ഇൻസ്പെക്ഷൻ അറ്റ് യുവർ പ്രിമിസിസ് എന്ന് വെച്ചാൽ എന്താ? പ്രിമിസിസ് എന്ന് വെച്ചാൽ പരിസരം. പരിശോധന നടത്തുക. ഞങ്ങളുടെ പരിസരത്ത് പരിശോധന. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? മെറ്റീരിയൽസ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച ശേഷമുള്ള പരിശോധന. ഇപ്പൊ എന്തെങ്കിലും നമ്മൾ ഇത് ഹോസ്പിറ്റലിലേക്ക് വാങ്ങി കഴിയുമ്പോൾ അവിടെ ഒന്ന് പരിശോധിക്കില്ല. നമ്മൾ ഓർഡർ കൊടുത്ത എല്ലാ മെറ്റീരിയലും ഉണ്ടോ, എല്ലാം നല്ല ക്വാളിറ്റിയില്, സാധനങ്ങളൊക്കെ കറക്റ്റ് എണ്ണ ഒക്കെ ആണോ എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിക്കൂലേ? അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമിസിസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയല് ഹോസ്പിറ്റലില് എത്തിച്ച ശേഷമുള്ള പരിശോധന. മെറ്റീരിയൽസ് ഹോസ്പിറ്റലില് എത്തിച്ച ശേഷമുള്ള പരിശോധന. ഇനി അടുത്ത് എന്താണ്? അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്. അക്സെപ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യോ ചെയ്യാം. റെക്കോർഡിംഗ് സ്റ്റോക്ക് രജിസ്റ്റർ. സ്റ്റോക്ക് രജിസ്റ്ററിൽ അത് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ റിസീവ് ചെയ്തേ അത് റെക്കോർഡിലാക്കുന്നു. റെക്കോർഡിംഗ് സ്റ്റോക്ക് രജിസ്റ്റർ. ഇൻസ്റ്റോളിംഗ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ഇൻസ്റ്റോൾ ചെയ്യുന്നു. ഓർ സ്റ്റോറിംഗ്, സംഭരിക്കുന്നു. ഇൻസ്റ്റോൾ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോറിംഗ്, സംഭരിക്കുന്നു. അത് നോക്കിയേ, ബ്രാക്കറ്റിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഇൻസ്റ്റോളിംഗ് ബ്രാക്കറ്റിൽ എന്താ? ക്യാപിറ്റൽ എക്യുപ്മെന്റ്. എന്താ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്? മൂലധന ഉപകരണങ്ങൾ. മൂലധന ഉപകരണങ്ങൾ, അതായത് വലിയ വില കൊടുത്ത് വാങ്ങുന്ന മെറ്റീരിയൽസ് ഇല്ലേ, നമ്മളത് ഹോസ്പിറ്റലില് ആസ്തികള്, ഹോസ്പിറ്റലിന്റെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ദീർഘകാലത്ത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അധികം വില കൊടുത്ത് വാങ്ങുന്ന മെറ്റീരിയൽസ്, അതാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അത് എപ്പോഴും വാങ്ങുന്നതല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പർച്ചേസ് ചെയ്യുന്നതല്ല. ഹോസ്പിറ്റലിൽ ഒരു സ്ഥിരം ആസ്തികളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. വളരെ വില കൊടുത്ത് വാങ്ങുന്ന എക്യുപ്മെന്റ് ആണ്. അത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതല്ല. അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിന്റെ ഒരു ആസ്തിയാണ്. ഇപ്പൊ നമ്മള് സ്കാനർ അല്ലെ, ഇപ്പൊ റേഡിയോളജിയിൽ ഉപയോഗിക്കുന്ന സ്കാനർ അല്ലെങ്കിൽ വലിയ വലിയ എക്യുപ്മെന്റ്സുകള്, ഇതൊക്കെ എപ്പോഴും നമ്മൾ വാങ്ങുമോ? എപ്പോഴും വാങ്ങേണ്ട ആവശ്യമുണ്ടോ? അത് ഹോസ്പിറ്റലിന്റെ ഒരു ഫിക്സ്ഡ് അസറ്റ്, ഒരു സ്ഥിര ആസ്തിയാണ്. അതാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. മൂലധന ഉപകരണങ്ങൾ. അടുത്തത് എന്ത് ചെയ്യുന്നു? അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റ്. നെക്സ്റ്റ് ആണ് പേയ്മെന്റ്. ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. സ്റ്റെപ്സ്: to place the purchase order, inspection at our sources, to receive a particular item in our stores, inspection at our premises, accepted or rejected, stock recording stock register, installing or storing, then payment. അപ്പൊ ആ ഒരു സെക്ഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത് നമ്മൾ 3 ഫേസുകൾ നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, പ്രോസസ് ഓഫ് നെഗോഷിയേഷന്റെ 3 ഫേസുകൾ ഏതാണെന്ന് നോട്ട് ചെയ്തെടുക്കുക. നമ്മൾ മീറ്റിംഗ് ഫേസിന്റെ 3 ഘട്ടങ്ങൾ പറഞ്ഞില്ലേ, 3 സ്റ്റെപ്പുകൾ, അതും അതിനകത്ത് പഠിച്ചു വെക്കുക. ഓക്കെ, ബാക്കിയൊക്കെ ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കാം. ഇനി
നെക്സ്റ്റ് വരുന്നതാണ് പർച്ചേസിംഗ് പ്രൊസീജിയർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ അത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കി വെക്കുക അവിടെ. പർച്ചേസിംഗ് പ്രൊസീജിയർ. ഇനി എങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് മെറ്റീരിയൽസ് നമുക്ക് പർച്ചേസ് ചെയ്യും? ഇപ്പൊ നമുക്കൊരു എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ നേരെ കടയിൽ പോയി നമുക്ക് വേറെ ആരോടും ഇത് വേണ്ട, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ പോയി പർച്ചേസ് ചെയ്യാം അല്ലെ. ഇത് ഹോസ്പിറ്റലിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയ രീതിക്ക് അല്ലെങ്കിൽ തോന്നിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു പർച്ചേസിംഗ് പ്രൊസീജിയർ ഉണ്ട്, അവര് ഫോളോ ചെയ്യേണ്ട റൂൾസ് ഉണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്യുന്ന പർച്ചേസിംഗ് പ്രൊസീജിയർ? നോക്കിയേ, പർച്ചേസ് റിക്വസിഷൻ. ഒന്നാമത്തെ എന്താണ്? പർച്ചേസ് റിക്വസിഷൻ. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് ഒരു മെറ്റീരിയൽ വേണം. എക്സാമ്പിൾ ആയിട്ട് ഒരു എക്സ്റേ മെഷീൻ വേണം. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു എക്സ്റേ മെഷീൻ വേണം. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? ഓക്കെ, ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു പർച്ചേസ് റിക്വസിഷൻ കൊടുക്കും. ഇന്ന മെറ്റീരിയൽ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ ആ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? ഒരു റിക്വസിഷൻ കൊടുക്കും. ഓക്കെ, പർച്ചേസ് റിക്വസിഷൻ റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ്. ആരാ കൊടുക്കണേ? ആരാ ഈ റിക്വസ്റ്റ് കൊടുക്കണേ? ആരാണ്? യൂസർ ഡിപ്പാർട്ട്മെന്റ്. അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആർക്ക് കൊടുക്കും? ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു റിക്വസിഷൻ കൊടുക്കും. ഇപ്പൊ ഞാൻ റേഡിയോളജിയിലാണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് അവിടെ ഒരു MRI സ്കാനർ വേണം. ആ റേഡിയോളജിയില് സ്റ്റാഫാണ് ഞാൻ, എനിക്ക് സ്കാനർ വേണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു റിക്വസ്റ്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. ആദ്യത്തെ സ്റ്റെപ്പ് ആട്ടോ. ഹോസ്പിറ്റലിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ മെറ്റീരിയൽസ് വാങ്ങേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റ് ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇന്ന മെറ്റീരിയൽ വേണം, ഇത്ര എണ്ണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്ത് ചെയ്യുന്നു? റിക്വസ്റ്റ് കൊടുക്കും. ക്ലിയർ ആയോ? ഇവിടെ ഈ സെന്റൻസ് അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്തിടാട്ടോ. പർച്ചേസ് റിക്വസിഷൻ റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ഡാഷ് ഡിപ്പാർട്ട്മെന്റ്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കൊടുക്കുന്നത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. എക്സാമിന് ചോദിക്കും, പർച്ചേസ് റിക്വസിഷൻ ഈസ് റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സെൻഡ് ടു ദ ഡാഷ് ഡിപ്പാർട്ട്മെന്റ്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ക്ലിയർ ആയോ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ആ മെറ്റീരിയൽ വേണ്ടത് അതാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്. ആ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു റിക്വസിഷൻ കൊടുക്കും. അതെന്തൊക്കെയാണ് ആ റിക്വസിഷനിൽ വരുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി എത്ര എണ്ണം വേണമെന്ന് പറയണ്ടേ? എത്ര ആ മെറ്റീരിയൽ എത്ര എണ്ണം വേണം ആ ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതിന്റെ ക്വാണ്ടിറ്റി അളവ് പറയണം. സ്പെസിഫിക്കേഷൻ ഓഫ് ദ മെറ്റീരിയൽ. ഏത് മെറ്റീരിയൽ ആണെന്ന് അവിടെ സ്പെസിഫൈ ചെയ്യണം. ഡേറ്റ് വിച്ച് ഇൻ വിച്ച് ദ ഐറ്റം ഷുഡ് ബി റിസീവ്ഡ്. ഏത് ഡേറ്റിലേക്കാണ് ഐറ്റം വേണ്ടത്? ആ 3 കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പർച്ചേസ് റിക്വസിഷൻ ആര് കൊടുക്കും? യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. രണ്ടാമത്തെ സെന്റൻസ് നോട്ട് ചെയ്തിട്ടോ. പർച്ചേസ് റിക്വസിഷൻ കൺസിസ്റ്റ് ഓഫ്. പർച്ചേസ് റിക്വസിഷനിൽ എന്തൊക്കെ കാര്യം വരുന്നേ? അവരെന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്? ക്വാണ്ടിറ്റി ഓഫ് ദ മെറ്റീരിയൽ, specification of material, date in which the item should be received. ഏത് ഡേറ്റിലേക്കാണ് ഐറ്റം റിസീവ് ചെയ്യേണ്ടത് അതും വേണം. ഏത് ഡേറ്റിലേക്കാണ് അവർക്ക് ഐറ്റം വേണ്ടത് അത് 3 ഉൾപ്പെടുന്ന റിക്വസിഷൻ കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഓക്കെ അല്ലേ? ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു? പർച്ചേസ് എൻക്വയറി നടത്തും അവര്. പർച്ചേസ് എൻക്വയറി. അപ്പൊ ഒരു റിക്വസ്റ്റ് ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്? ഒരു പർച്ചേസിംഗ് എൻക്വയറി നടത്തും. ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു സപ്ലയർ. ആർക്കാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സപ്ലയർ. അപ്പൊ പല സപ്ലയർമാരുണ്ടാവും അല്ലേ? ആ ഒരു മെറ്റീരിയൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പാകത്തിന് കുറെ സപ്ലയേഴ്സ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുന്നു? അവരൊരു എൻക്വയറി നടത്തും. To the supplier, from purchase department to the supplier. സപ്ലയറിലേക്ക് ഒരു എൻക്വയറി നടത്തും. ഇൻക്ലൂഡ്സ് ലീഡ് ടൈം, ക്വാണ്ടിറ്റി, സ്പെസിഫിക്കേഷൻ. എന്തുൾപ്പെടുന്നയാ? എൻക്വയറിയിൽ എന്തൊക്കെയാ? ലീഡ് ടൈം. അതൊരു ഇമ്പോർട്ടന്റ് അല്ലേ? നമുക്ക് ആ കിട്ടുന്ന ആ ഒരു മെറ്റീരിയൽ എത്ര സമയം കൊണ്ട് എത്തിക്കാൻ പറ്റും, അതാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ടൈം ടേക്കൺ ബിറ്റ്വീൻ
നമ്മൾ ഇന്നലെ പഠിച്ചതല്ലേ ലീഡ് ടൈം എന്താണ്? നമുക്കത് റിക്വസ്റ്റ് കൊടുത്ത് നമുക്ക് കിട്ടുന്നത് വരെ എടുക്കുന്ന സമയമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് എത്രത്തോളം അത് ഇമ്പോർട്ടന്റ് അല്ലേ? ഇപ്പൊ ഒരു സപ്ലയർ പറഞ്ഞു ഞാൻ 10 ദിവസം കൊണ്ട് എത്തിക്കാം, വേറെ ആള് പറഞ്ഞു 2 ദിവസം കൊണ്ട് എത്തിക്കാം. അപ്പൊ നമ്മൾ ഏതാ അല്ലെ? നമ്മൾ ആ കുറച്ച് നമുക്ക് സമയമില്ലേ, അപ്പൊ നമുക്ക് പെട്ടെന്ന് എത്തിക്കുന്നതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. പെട്ടെന്ന് എത്തിക്കുന്ന ആളുകളായിരിക്കും സെക്കൻഡ് വൺ ആണ് അല്ലെ. പെട്ടെന്ന് നമുക്ക് കിട്ടണം, നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും സെലക്ട് ചെയ്യുക. അപ്പൊ അതിനകത്ത് ആ ഇതില് നമുക്ക് എൻക്വയറിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നവര് നമുക്ക് എത്ര സമയം കൊണ്ട് അത് കിട്ടും, അതിന്റെ ക്വാണ്ടിറ്റി, സ്പെസിഫിക്കേഷൻ. ഇനി കൊട്ടേഷൻ ഫ്രം സപ്ലയർ ടു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. ഇനി എന്ത് ചെയ്യും അടുത്ത സ്റ്റെപ്പ്? ഈ കൊട്ടേഷൻസ് ഫ്രം സപ്ലയർ ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. ഈ സപ്ലയർമാര് കൊട്ടേഷൻസ് കൊടുക്കും. നമ്മൾ ഈ ഓരോ ഓർഡർ ഒക്കെ ഇങ്ങനെ ടെൻഡർ ഒക്കെ വിളിക്കൂലേ, കൊട്ടേഷൻ കൊടുക്കും. അപ്പൊ കുറെ സപ്ലയർമാര് കൊട്ടേഷൻ കൊടുക്കാണ്. ആർക്കാ കൊടുക്കുന്നേ? സപ്ലയർ ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊട്ടേഷൻസ് കൊടുക്കും. ഇൻക്ലൂഡ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ, ക്വാണ്ടിറ്റി. അപ്പൊ അവരതിന് എന്തൊക്കെ ഉൾപ്പെടുത്തും? പ്രൈസ് ഇമ്പോർട്ടന്റ് അല്ലേ? കുറെ കൊട്ടേഷൻ വന്നു, അപ്പൊ അതിന് നമുക്ക് കുറച്ച് പൈസക്ക് ആരെ കിട്ടുക, നമുക്ക് മെറ്റീരിയൽ തരിക, അതുള്ളത് നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ. ഒരുപാട് പൈസ കൂടുതലാണെങ്കിൽ നമ്മൾ അത് വേണ്ടാന്ന് വെക്കും. അതിനല്ലേ കൊട്ടേഷൻ വെക്കുന്നത് അല്ലെ. നമ്മൾ പല പല പ്രൊജക്ടുകളും കൊട്ടേഷൻസ് വെക്കൂലേ. അപ്പൊ കൊട്ടേഷൻസിൽ ഓരോരുത്തരും എത്ര രൂപയ്ക്ക് നമുക്ക് അത് ചെയ്തു തരും, അല്ലെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കും എന്നുള്ളത് നോക്കണേ അല്ലെ. അപ്പൊ പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ, ആ മെറ്റീരിയലിന്റെ പ്രൈസ്, ക്വാണ്ടിറ്റി എല്ലാം ഉൾപ്പെടുന്ന ഒരു കൊട്ടേഷൻ നമ്മൾ സപ്ലയർ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. ഇനി അടുത്തത് എന്താ? ഡി എന്താ? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കമ്പയർ ഡിഫറെന്റ് കൊട്ടേഷൻസ്. അപ്പൊ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? ആ കൊട്ടേഷൻസ് കമ്പയർ ചെയ്യുന്നു അല്ലെ, താരതമ്യം ചെയ്യുന്നു. ഓരോരുത്തരും എത്ര രൂപയ്ക്കാണ് നമുക്ക് ആ മെറ്റീരിയൽ തരാന്ന് പറഞ്ഞേക്കുന്നേ. അങ്ങനെ ആ കൊട്ടേഷൻസ് തമ്മിൽ താരതമ്യം ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. ഇനി അടുത്തത് കമ്പയർ ചെയ്ത് നമ്മൾ അതെല്ലാം സെലക്ട് ചെയ്താൽ എന്താ അടുത്ത സ്റ്റെപ്പ്? എന്താ? പർച്ചേസ് ഓർഡർ. അവർക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കും അല്ലെ. ഇത്ര മെറ്റീരിയൽ ഇത്ര ദിവസം ഇത്ര തീയതി ആ ഡേറ്റ് പറയും, അതിലേക്ക് ഇത്ര ക്വാണ്ടിറ്റിയില് ഈ മെറ്റീരിയൽ വേണം, ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ കൊടുക്കും അല്ലെ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ കൊടുക്കും. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ സപ്ലയർ. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടെ അത്. പർച്ചേസ് ഓർഡർ ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള നിയമപരമായിട്ടുള്ള രേഖയാണത്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ സപ്ലയർ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള നിയമപരമായിട്ടുള്ള രേഖയാണ് പർച്ചേസ് ഓർഡർ. എക്സാമിന് ചോദിക്കാറുണ്ട്, ഇങ്ങനെ തന്നെ ചോദിക്കും. ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്ലയർ ഈസ് കോൾഡ് ഡാഷ്. എന്ത് പറയും അതിനെ? പർച്ചേസ് ഓർഡർ. നിയമപരമായിട്ടുള്ള രേഖയാണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും, അത് വിതരണം ചെയ്യുന്ന വിതരണക്കാരും ആ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള നിയമപരമായിട്ടുള്ള രേഖയാണ് പർച്ചേസ് ഓർഡർ. എല്ലാവരും അണ്ടർലൈൻ ചെയ്തോ ആ സെന്റൻസ്? പർച്ചേസ് ഓർഡർ എന്താണുള്ളത്? ഇനി the purchase order is a document created by the buyer. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ആര് ക്രിയേറ്റ് ചെയ്യുന്നതാണ്? ബയ്യർ, വാങ്ങുന്ന ആള് അല്ലെ. വാങ്ങുന്ന ആള് ക്രിയേറ്റ് ചെയ്ത, സൃഷ്ടിച്ച ഒരു രേഖയാണ് പർച്ചേസ് ഓർഡർ. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വാങ്ങണം അല്ലെ, ഞാനല്ലേ ബയ്യർ, അത് വാങ്ങുന്ന ആളല്ലേ ഓർഡർ കൊടുക്കേണ്ടത്. The purchase order is a document created by dash. ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ആരാണ്? വാങ്ങുന്ന ആള്, ബയ്യർ സൃഷ്ടിക്കുന്ന ഒരു രേഖയാണ് പർച്ചേസ് ഓർഡർ. അണ്ടർലൈൻ ചെയ്തോ? രണ്ടാമത്തെ സെന്റൻസും അതിൽ അണ്ടർലൈൻ ചെയ്യാട്ടോ. പർച്ചേസ് ഓർഡർ ആര് ക്രിയേറ്റ് ചെയ്യുന്നതാണ്? ബയ്യർ ആണ്. ആൻഡ് സർവീസ് ദ പർപ്പസ് ആൻഡ് സെർവ്സ് ദ പർപ്പസ് ഓഫ് ഓർഡറിംഗ് ഗുഡ്സ് ഫ്രം ദ സപ്ലയർ. എന്താ? നമ്മൾ സപ്ലയറിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതിനുള്ള ഒരു ഉദ്ദേശം നിറവേറ്റുന്നു. അതല്ലേ പർച്ചേസ് ഓർഡർ അല്ലെ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സപ്ലയറിൽ നിന്ന് ആ സാധനങ്ങള് ഓർഡർ ചെയ്യുന്നതിനുള്ള ഒരു ഉദ്ദേശം. നമുക്ക് ഇന്ന മെറ്റീരിയൽ വേണം, നമ്മൾ ഓർഡർ കൊടുക്കാണ് അല്ലെ.
നമ്മുടെ ബയ്യർ ഒരു ഓർഡർ കൊടുക്കുകയാണ്. അതെന്താ ശരിക്കും ആ വിതരണക്കാരിൽ നിന്ന് ആ സാധനം നമുക്ക് ഓർഡർ ചെയ്യുന്നതിനുള്ള ഒരു ഉദ്ദേശം നിറവേറ്റുന്നു. എവറി പർച്ചേസ് ഓർഡർ ഷുഡ് കണ്ടെയ്ൻ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. എല്ലാ പർച്ചേസ് ഓർഡറിലും എന്തൊക്കെ സാധനങ്ങൾ വേണം, എന്തൊക്കെ കാര്യങ്ങൾ വേണം? കറക്റ്റ് ഡേറ്റ്, കറക്റ്റ് ദിവസം വേണം, നെയിം വേണം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ പേര്, ഏത് ഹോസ്പിറ്റലിലേക്കാണ്, ഹോസ്പിറ്റലിന്റെ അഡ്രസ് വേണം, ഹോസ്പിറ്റൽ ആൻഡ് സപ്ലയർ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, സാധനങ്ങള്, പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ, പ്രൈസ് ഓഫ് ദ ഐറ്റം, മെറ്റീരിയലിന്റെ പ്രൈസ്, ഓർഡർ നമ്പർ, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതിനകത്ത് ക്യാഷ് ആണോ, ക്രെഡിറ്റ് പർച്ചേസ് ആണോ, പേയ്മെന്റ് എങ്ങനെയാണ്, ക്യാഷ് ആയിട്ടാണോ, ചെക്ക് ആയിട്ടാണോ, ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ ഓതറൈസ്ഡ് പേഴ്സൺ, അതിന് അധികാരപ്പെട്ട വ്യക്തിയുടെ എന്ത് വേണം, ഒരു സിഗ്നേച്ചർ വേണം. ഇതെല്ലാം ആണ് ഇതിലുള്ളത്, പർച്ചേസ് ഓർഡറിൽ ഉള്ളത്. എവരി പർച്ചേസ് ഓർഡർ ഷുഡ് കണ്ടെയ്ൻ, അണ്ടർലൈൻ ചെയ്തിട്ടോ എന്തൊക്കെയുള്ള? കറക്റ്റ് ഡേറ്റ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽ ആൻഡ് സപ്ലയർ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, പ്രൈസ് ഓഫ് ദ ഐറ്റം, ഓർഡർ നമ്പർ, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, മോഡ് ഓഫ് പേയ്മെന്റ് ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ ഓതറൈസ്ഡ് പേഴ്സൺ, അതിന് അനുമതിയുള്ള അംഗീകാരമുള്ള വ്യക്തിയുടെ സിഗ്നേച്ചർ വേണം. ഇനി പർച്ചേസ് ഓർഡർ കൊടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താണ്? ഇൻവോയ്സ് ഓർ ബിൽ. ആ സാധനം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ എന്ത് തരും? ആ സപ്ലയർ എന്താ നമുക്ക് തരുന്നേ? ബില്ല് തരൂലേ? ഇൻവോയ്സ് എന്ന് പറഞ്ഞ ബില്ല് എന്നാട്ടോ. ഇൻവോയ്സ്, ബില്ല്. അപ്പൊ ആ സപ്ലയർ നമുക്ക് എന്ത് തരും? ബില്ല് തരും. The invoice is created by the supplier. Underline ചെയ്തോ? Who created invoice? ആരാണ് ഇൻവോയ്സ്, ബില്ല് ക്രിയേറ്റ് ചെയ്യുന്ന ആളാരാണ്? സപ്ലയർ. വെരി ഗുഡ്. സപ്ലയർ ആണ് ബില്ല്, അല്ലെ? നമുക്ക് സപ്ലയർ, അത് നമുക്ക് ആ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, വിതരണം ചെയ്യുന്ന ആള് തരുന്ന സപ്ലയർ ആണ് ബില്ല് തരുന്നത്. അവര് നമുക്ക് ബില്ല് തന്നാലേ നമ്മൾ പേയ്മെന്റ് ചെയ്യുള്ളൂ, അല്ലെ? സാധനം കൊണ്ടുവന്നു, നമ്മളത് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുകയാണ്, നമ്മളത് വാങ്ങുമ്പോൾ നമുക്ക് എന്ത് തരും? ഒരു ബില്ല് തരും, അല്ലെ? ഇൻവോയ്സ് തരും. അത് ആരാ ക്രിയേറ്റ് ചെയ്യുന്ന? സപ്ലയർ. And shows how much the buyer requires to pay a goods bought from the supplier. അപ്പൊ ഈ ഇൻവോയ്സിൽ എന്നാ? ഇൻവോയ്സ് എന്ന് പറഞ്ഞ എന്താണ് അത് പറയുന്നത്? നമ്മള് ആ സപ്ലയറിൽ നിന്ന് വാങ്ങിയ സാധനത്തിന് വാങ്ങുന്ന ആള് ബയ്യർ എത്ര രൂപ കൊടുക്കണം എന്ന് കാണിക്കുന്നതാണ് ഇൻവോയ്സ്, അല്ലേ? ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് മനുവിന് തന്നു, അപ്പൊ അതിന്റെ ഞാനൊരു ബില്ല് വരെയാണ് 1000 rupees. അതെന്താ? ആ സാധനം വാങ്ങാനായിട്ട്, ആ ഒരു പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് മനു എനിക്ക് തരുന്ന പൈസയാണ്, അല്ലേ? ഇതല്ലേ നമ്മളെ എന്തെന്ന് പറയുന്ന ബില്ല് എന്ന് പറഞ്ഞ ഇൻവോയ്സ് എന്ന് പറയുന്നേ, അല്ലേ? അപ്പൊ ആ 1000 rupee എനിക്ക് മനു തന്നാലാണ് ഞാൻ ആ സാധനം തരുള്ളൂ, അങ്ങനെയല്ലേ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് അവിടെ? ഓക്കെ, ഇൻവോയ്സ് ആരാണ്? ക്രിയേറ്റ് ചെയ്യുന്ന സപ്ലയർ ആണ്. അത് വിതരണം ചെയ്യുന്ന വിതരണക്കാരനാണ് ഇൻവോയ്സ്, ബില്ല് തരുന്നത്. ബില്ല് എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് ബയർ റിക്വേഴ്സ്, വാങ്ങുന്ന ആള് അതിന് എത്രത്തോളം രൂപ തരണം, അതല്ലേ? ഇപ്പൊ എനിക്ക് 1000 രൂപ തരണം, 1000 രൂപയാണ് ഞാൻ ബില്ലായിട്ട് തന്നത്, അല്ലേ? നോക്കി എന്താ പറഞ്ഞേക്കുന്നത്? ആൻഡ് ഷോസ് ഹൗ മച്ച് ദ ബയർ റിക്വേഴ്സ് ടു പേ ഫോർ ഗുഡ്സ് bought from the supplier. ആ സപ്ലയറിൽ നിന്ന് ആ സാധനം വാങ്ങാനായിട്ട് ബയ്യർ, വാങ്ങുന്ന ആള് എത്ര രൂപ തരണം, അതാണ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സെന്റൻസ് എന്താ? given by the supplier to purchase department when the item is distributed. അപ്പൊ ആരാണ് തരുന്നത് ഇൻവോയ്സ്? സപ്ലയർ ആണ്. ആർക്കാണ്? ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ബില്ല് കൊടുക്കും, അല്ലെ? ആ ഐറ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, ആ ഐറ്റം വിതരണം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഈ സപ്ലയർ എന്ത് ചെയ്യുന്നു? ഇൻവോയ്സ് ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. Then the bills are cleared. ഇനി ബില്ല് ആരാ ക്ലിയർ ചെയ്യുന്നത്? ആരാ? സെറ്റ് ചെയ്യുന്നത് ആരാ? ബൈ ദ ഫിനാൻസ് ഓർ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ക്ലിയർ ചെയ്യുന്നത്. അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. The bills are cleared by the dash department. ഏതാണ്? ഫിനാൻസ് ഓർ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. അത്രയാണ് ആ പർച്ചേസിംഗ് പ്രൊസീജിയർ വരുന്നത്. ഏകദേശം മനസ്സിലായോ? ഒരു ഐഡിയ ഒക്കെ കിട്ടിയില്ലേ? ഇപ്പൊ അതുപോലെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റില്ലേ? ആദ്യം എന്ത് കൊടുക്കുന്നു? ഒരു റിക്വസിഷൻ കൊടുക്കുന്നു. ആരാണ് കൊടുക്കുന്നത്? യൂസർ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? സെറ്റ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നൊന്ന് വായിക്കണം കേട്ടോ. ഈ ഒരു സെക്ഷൻ വായിക്കണം. ഇതിന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. ഇൻവോയ്സ് ആരാ ക്രിയേറ്റ് ചെയ്യുന്നത്, പിന്നെ നമ്മള് പർച്ചേസ് ഓർഡർ എന്താണ്, പർച്ചേസ് റിക്വസിഷൻ ആർക്കാണ് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്നുകൂടെ പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം. നമുക്കവിടെ പർച്ചേസ് റിക്വസിഷൻ ഈസ് റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. ഏത് മെറ്റീരിയൽ ആണ് ആവശ്യമുള്ളത് അതാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്. അവര് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു റിക്വസിഷൻ കൊടുക്കുന്നു. അതറിയാലോ, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നു? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു? പർച്ചേസ് എൻക്വയറി നടത്തുന്നു. അതായത് സപ്ലയറിലേക്ക് ഒരു എൻക്വയറി നടത്തുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? അടുത്ത സ്റ്റെപ്പില് സപ്ലയറിൽ നിന്നും കൊട്ടേഷൻസ് വാങ്ങുന്നു. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? കൊട്ടേഷൻസ് കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് അതിൽ ബെസ്റ്റ് സ്യൂട്ട് ഏതാണ് എന്നുള്ളത് നോക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് ഒരു പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞ എന്താണ്? ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്ലയർ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള നിയമപരമായിട്ടുള്ള ഒരു രേഖയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നാണ് താഴെ തന്നിട്ടുള്ളത്. ഒന്ന് വായിച്ചു വെക്കാം. പിന്നെ എന്ത് ചെയ്യുന്നു? സപ്ലയർ നമുക്ക് ബില്ല് തരുന്നു. അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ ബില്ല് കൊടുക്കുന്നു. നമുക്ക് ആ സാധനം തരുമ്പോൾ അല്ലെ, ആ മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് കൊടുക്കും. അവിടെ ചോദിക്കും, ഇൻവോയ്സ് ആരാ ക്രിയേറ്റ് ചെയ്യുന്നത്? സപ്ലയർ ആണ്. നമ്മൾ സാധനം വാങ്ങാറുള്ളല്ലേ, നമുക്ക് ബില്ല് കിട്ടാറുണ്ട് അല്ലെ. ബില്ല് കിട്ടുമ്പോഴാണ് നമ്മൾ ക്യാഷ് പേ ചെയ്യുന്നത് അല്ലെ. സപ്ലയർ ആണ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവര് നേരെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പൈസ എടുത്തു കൊടുത്തല്ല, നേരെ എങ്ങോട്ടാ ബാക്കി ട്രാൻസാക്ഷൻ വരുന്നു? പൈസയുടെ കാര്യങ്ങളൊക്കെ ആരാ ഡീൽ ചെയ്യുന്നത്, ക്ലിയർ ചെയ്യുന്നത്? ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ് അല്ലെ. ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് എൻറ്റയർ പർച്ചേസിംഗ് പ്രൊസീജിയർ ഡിവൈഡ് ഇൻടു 3. മൊത്തത്തില് ഇപ്പൊ നമ്മൾ മൊത്തം പറഞ്ഞില്ലേ പർച്ചേസിംഗ് പ്രൊസീജിയർ, അതിനെ കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞേക്കാണ് 3 സ്റ്റെപ്പായിട്ട് പറയാം. ഏതൊക്കെയാ? പ്രീ പർച്ചേസ് സിസ്റ്റം, പർച്ചേസിന് മുന്നുള്ള സിസ്റ്റം. പ്രീ പർച്ചേസ് സിസ്റ്റം, ഓർഡറിംഗ് സിസ്റ്റം, നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. പോസ്റ്റ് പർച്ചേസ് സിസ്റ്റം, പർച്ചേസിങ്ങിന് ശേഷമുള്ളത്. അങ്ങനെ നമുക്ക് മൊത്തം പർച്ചേസിംഗ് പ്രൊസീജിയറിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഡിവൈഡ് ഇൻടു 3. പ്രീ പർച്ചേസ് സിസ്റ്റം, ഓർഡറിംഗ് സിസ്റ്റം, പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. ഇനി ഒന്ന് നോക്കിയേ. പ്രീ പർച്ചേസിംഗ് സിസ്റ്റം, പർച്ചേസിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് എൻക്വയറി, റിസർവിംഗ് ദ കൊട്ടേഷൻസ്, ദെൻ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അതെല്ലാം പ്രീ പർച്ചേസ് സിസ്റ്റത്തിൽ വരുന്നു. ഇനി അടുത്തത് ഓർഡറിംഗ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു, അതിന്റെ ഫോളോ അപ്പ്. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ഓർഡർ ആൻഡ് ഫോളോ അപ്പ്. ദെൻ പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം, പർച്ചേസിംഗിന് ശേഷമുള്ളത് എന്താണ് പറഞ്ഞേക്കുന്നത്? റിസീവിംഗ് ഓഫ് മെറ്റീരിയൽ, മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നു, ഇൻസ്പെക്ഷൻ പരിശോധന നടത്തുന്നു, പേയ്മെന്റ് ഓഫ് ദ ബിൽ, ബില്ല് പേയ്മെന്റ് ചെയ്യുന്നു. അങ്ങനെ കൺക്ലൂഡ് ചെയ്ത് ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ 3ആയിട്ട് നമുക്ക് മൊത്തം പർച്ചേസിംഗ് പ്രൊസീജിയറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും അവിടെ പറഞ്ഞേക്കുന്നു എന്നുള്ളൂ. ഓക്കെ, ഷോർട്ട് ചെയ്തിട്ട് പറഞ്ഞേക്കുന്നു. ഇനി അടുത്തതാണ് ക്യാപിറ്റൽ എക്വിപ്മെന്റ് പർച്ചേസ്. അപ്പൊ ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത് അല്ലെ? ഇത് ഇമ്പോർട്ടന്റ് ആണോ എന്നാണോ? അതിന്റെ 3 സ്റ്റെപ്പുകളൊക്കെ ഒന്ന് നോക്കി വെച്ചോ കേട്ടോ. ഇപ്പൊ ഏതെങ്കിലും നമുക്ക് ചോദിക്കാൻ പാടില്ല എന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം പർച്ചേസിംഗ് പ്രൊസീജിയറിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. അത് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പിന്നെ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് കണ്ടറിയാം ഏതൊക്കെയാ വരുന്നതെന്നുള്ളത്. അതിന് പ്രശ്നമില്ല. ഇനി നോക്കിയേ, ക്യാപിറ്റൽ എക്വിപ്മെന്റ് പർച്ചേസ്. ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയൽ ആണ് അല്ലെ, എക്വിപ്മെന്റ് ആണ്. നമ്മൾ വളരെ വില കൊടുക്കുന്ന
വില കൊടുത്ത് വാങ്ങുന്ന എക്യുപ്മെന്റ്സ് ആണ്. ഹോസ്പിറ്റലിലെ സ്ഥിര ആസ്തികളാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതല്ല, അല്ലെ? അത് ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള വളരെ വില കൊടുത്ത് വാങ്ങുന്ന എക്യുപ്മെന്റ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഫിക്സ്ഡ് അസറ്റ്, ശരിയാണ്, സ്ഥിര ആസ്തികളാണ്. ഹോസ്പിറ്റലിലെ സ്ഥിര ആസ്തികളാണ്, ഫിക്സ്ഡ് അസറ്റ് ആണ് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഒരു പ്രധാന നിക്ഷേപമാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്, ശരിയല്ലേ? ഒരു പ്രധാന നിക്ഷേപമാണ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എപ്പോഴും വാങ്ങുന്നതല്ല, ഒരു ഹോസ്പിറ്റലിലെ ആസ്തിയാണ്, ഒരു മൂലധന ഉപകരണമാണ്, അല്ലെ? മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ ഒരു പ്രധാന നിക്ഷേപം. നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ്, അടുത്ത നോൺ റിപ്പീറ്റേറ്റീവ്, ആവർത്തിക്കാത്തതാണ്. പർച്ചേസ് എപ്പോഴും ആവർത്തിക്കോ? എപ്പോഴും മെറ്റീരിയൽ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതാ പറഞ്ഞിരിക്കുന്നത് നോട്ട് റിപ്പീറ്റേറ്റീവ്, ആവർത്തനമില്ലാത്ത പർച്ചേസ് ആണ്. ഇപ്പൊ ഒരെണ്ണം നമ്മൾ വാങ്ങിച്ചാൽ നമുക്കത് കാലാകാലത്തോളം നമുക്കത് ലോങ് ലാസ്റ്റിംഗ് ആണല്ലേ, അത് നിൽക്കും. ചിലപ്പോ ഹോസ്പിറ്റല് ഇടയ്ക്കൊക്കെ ഒന്ന് മെയിൻ്റനൻസ് ചെയ്ത് കൊടുത്താൽ മതിയാവും, അല്ലെ? അല്ലെങ്കിൽ 5 വർഷം 10 വർഷം അല്ലെങ്കിൽ 20 വർഷം അങ്ങനെയൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് എപ്പോഴും ഒന്നും നമ്മൾ വാങ്ങണ്ട, അല്ലെ? നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ്, ആവർത്തനമില്ലാത്ത പർച്ചേസ് ആണ്. includes the major operations of the hospital. ഹോസ്പിറ്റലിലെ പ്രധാന പ്രവർത്തനങ്ങള് ഇതിനകത്ത് ഉൾപ്പെടുന്നു, അല്ലെ? ആശുപത്രിയുടെ ഒരു പ്രധാന പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിലൂടെയല്ലേ ഇപ്പൊ നമ്മൾ നോക്കിയേ, ഇങ്ങനെയുള്ള ഫിക്സ്ഡ് അസറ്റ് ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ പല പ്രവർത്തനങ്ങളും നമുക്ക് അവിടെ നടത്താൻ പറ്റില്ല, അല്ലെ? ഇങ്ങനെയുള്ള വലിയ എത്രയൊക്കെയോ ലക്ഷങ്ങൾ വിലയൊക്കെ ഉള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, അല്ലെ? നമ്മൾ ഓരോന്ന് ഇപ്പൊ നമുക്ക് എന്താ സർജറി കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പൊ നമ്മള് എന്താ പറയാ, ഇപ്പൊ ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ ഫുള്ള് നമ്മൾ ഓപ്പൺ സർജറി ഒന്നും വേണ്ട, അല്ലെ? കാത്തീറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് പല ടെക്നിക്കുകൾ പല മെഷീൻസുകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനൊക്കെ നല്ല വിലപിടിപ്പുള്ള മെഷീൻസ് ആണ്. അതൊക്കെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആയിട്ട് എടുക്കാം, അല്ലെ? റോബോട്ടിക്സ്, ശരിയാണ്, റോബോട്ടിക്സ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന സർജറി കാര്യങ്ങള്, അങ്ങനെ വലിയ എക്യുപ്മെന്റ്സുകള്, അല്ലെ? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് നോക്കിയറിയാം എത്രയോ ലക്ഷങ്ങളുടെ വിലപിടിപ്പുള്ളതാണ്. ഓരോ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഡയഗ്നോസിസ്, രോഗനിർണയത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകള്, അതെന്താ ഹോസ്പിറ്റലിലെ പ്രധാന പ്രവർത്തനങ്ങള് അതിനകത്ത് ഉൾപ്പെടുന്നു. In the case of financial or accounting terms, capital equipment is called a fixed asset. ഫിനാൻഷ്യൽ ഓർ അക്കൗണ്ടിംഗ് ടേംസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഫിക്സ്ഡ് അസറ്റ് എന്ന് വെച്ചാൽ സ്ഥിര ആസ്തികൾ. ഇതാണ് സ്ഥിര ആസ്തികൾ, ഫിക്സ്ഡ് അസറ്റ് ആണ് സ്ഥിര ആസ്തികൾ. ഓക്കെ, എന്തൊക്കെയാ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ വരുന്നേ? മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിലെ പ്രധാന നിക്ഷേപമാണ്. നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ്, ആവർത്തിക്കാത്ത പർച്ചേസ് ആണ്. ദെൻ മേജർ, ഹോസ്പിറ്റലിലെ പ്രധാന പ്രവർത്തനങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നു. ഇനി ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ടേംസിൽ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ എന്താണ് ഫിക്സ്ഡ് അസറ്റ്, സ്ഥിര ആസ്തികളാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്സ്. ഇതിന്റെ ഈ സ്റ്റെപ്പുകൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, എളുപ്പമാണ്. ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്സ്. അഞ്ച് ഇതായിട്ടാണ് നമ്മൾ തിരിച്ചേക്കുന്നത്. എക്യുപ്മെന്റ് മാനേജ്മെന്റ്, ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ് മാനേജ്മെന്റ് എത്രയാ? 5 സ്റ്റെപ്പുകളാക്കി നമുക്ക് തിരിക്കാം. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ്, ആദ്യം എന്താണ്? പ്ലാനിങ്. കേട്ടോ, പ്ലാനിങ് ഓഫ് ദ എക്യുപ്മെന്റ്, എക്യുപ്മെന്റിന്റെ ആസൂത്രണം, എക്യുപ്മെന്റിനായിട്ടുള്ള ആസൂത്രണം. അടുത്തത് പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്, എന്ത് ചെയ്യുന്നു? എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്നു, വാങ്ങുന്നു. അടുത്തത് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്, എക്യുപ്മെന്റ്സ് മെയിന്റനൻസ് ചെയ്യുന്നു. മെയിന്റനൻസ് ഒക്കെ ചെയ്യൂലേ, ഇടയ്ക്കിടയ്ക്ക് മെയിന്റനൻസ് വർക്കൊക്കെ ചെയ്യും, അല്ലെ?
പിന്നെ അടുത്ത യൂട്ടിലൈസേഷൻ ഓഫ് ദ എക്യുപ്മെന്റിന്റെ യൂട്ടിലൈസേഷൻ, എത്രത്തോളം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത്. പിന്നെ അടുത്തതാണ് ലാസ്റ്റ് വൺ, ഡിസ്കാർഡിങ് ഓഫ് എക്യുപ്മെന്റ്. ഡിസ്കാർഡ് ചെയ്യാന്ന് വെച്ചാൽ ഡിസ്കാർഡ് ചെയ്യാം, ഒരു പർട്ടിക്കുലർ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത ആവൂലേ, അപ്പൊ അതെന്ത് ചെയ്യും, അത് കളയണം. ഡിസ്കാർഡിങ്, നിരസിക്കുക, കളയുക, നിരസിക്കുക, ഉപകരണങ്ങള് നമ്മൾ കളയുക, നിരസിക്കുക, ഒഴിവാക്കുക. ശരിയാണ്, ഒഴിവാക്കുക. അത് അവിടെ നിന്ന് നമുക്ക് എന്നും അത് വെച്ചോണ്ടിരിക്കാൻ പറ്റുമല്ലോ, ഒരു എക്സ്പയറി ഒക്കെ ഉണ്ടല്ലോ എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ ഇത്ര വർഷത്തേക്ക്. പിന്നെ അതൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ടല്ലോ കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. അത് കഴിഞ്ഞ് കുറച്ചാളൊക്കെ നമുക്ക് വേണമെങ്കിൽ തട്ടിമുട്ടി മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് ഉപയോഗിക്കാം അല്ലേ. അതിനുശേഷം ഇപ്പൊ നമ്മളൊരു മിക്സി മേടിച്ചു, ഇത്ര വർഷത്തെ വാറന്റി എന്ന് പറഞ്ഞു നമ്മളോട്, ഒരു 10 വർഷത്തെ, 10 വർഷം നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചു. അത് കഴിക്കുമ്പോ ചെറിയ ചെറിയ കംപ്ലൈന്റ്സ് വന്നു, നമ്മൾ അത് വീണ്ടും മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് നമുക്ക് അത് കളയാൻ പറ്റുമോ, പിന്നെ വില കൊടുത്ത് വെച്ച സാധനമല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് കുറച്ച് കാലം കൂടി ഉപയോഗിച്ചു. അത് ഇനി തീരെ ഉപയോഗിക്കാൻ പറ്റാതെ ആകുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യണം, എന്തായാലും നമ്മളല്ലേ നമ്മൾ എന്ത് ചെയ്യും, അത് കളയും, അത് ഒഴിവാക്കും. അപ്പൊ അതാണ് നമ്മുടെ എക്യുപ്മെന്റ്സ് മാനേജ്മെന്റിന്റെ 5 പോയിന്റ്സ്, 5 സ്റ്റെപ്സ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കി ഏതൊക്കെയാണ് 5 സ്റ്റെപ്പ്, ഏതൊക്കെയാണ് വേഗം ഒന്ന് വായിച്ചേ. അയച്ചോ? ഓക്കെ, ഏതൊക്കെയാണ്? പ്ലാനിങ് ഓഫ് ദ എക്യുപ്മെന്റ്, പർച്ചേസിംഗ് ഓഫ് ദ എക്യുപ്മെന്റ്, maintenance of the equipment, utilization of the equipment, then discarding of equipment. Okay, ഇനി നമ്മൾ പഠിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ഇതിന്റെ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 1-2 പേജ് അത് തന്നെയാ വരുന്നത് കേട്ടോ. അപ്പൊ ഇത് തന്നെയാണ് എക്യുപ്മെന്റിന്റെ മാനേജ്മെന്റിന്റെ ഓരോ സ്റ്റെപ്സും ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാൻ തന്നിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് പ്ലാനിങ് ഓഫ് ദ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. Okay, to choose the alternatives and select the best one. അത്രയും മതി കേട്ടോ. ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് ഫെൽറ്റ് നീഡ്. അത് എനിക്കെന്നെ ചേർത്താൽ മതി, അത് ആവശ്യമില്ല. അതായത് നമുക്ക് എന്താ, നമ്മളൊരു എക്യുപ്മെന്റ് നമ്മൾ വാങ്ങാനായിട്ട് ഒരു ആസൂത്രണം ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പലതും ഉണ്ടാവും, നമുക്ക് പല ഓപ്ഷൻ അവിടെ ഉണ്ടാവും അല്ലെ. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ദ ബെസ്റ്റ് വൺ, ഏറ്റവും നല്ലത് നമ്മൾ സെലക്ട് ചെയ്തു അല്ലെ. പല മാർഗങ്ങളിലൂടെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഏതാണ് എന്നുള്ളത് ചൂസ് ചെയ്യുന്നു. സെലക്ട് ദ ബെസ്റ്റ്, എല്ലാവരും അങ്ങനെയല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മേടിക്കാനോ ഒക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കും അല്ലെ, ഏറ്റവും നല്ലത്. അതാണ് ഒന്നാമത്തെ പ്ലാനിങ്ങിൽ വരുന്നത് കേട്ടോ. പ്ലാനിങ്ങിൽ അത് മാത്രമേ പഠിക്കാവുള്ളൂ, എന്താ, സെലക്ട് ദ ബെസ്റ്റ് വൺ. അതെങ്ങനെയാ, പല മാർഗങ്ങളിലൂടെ, ടു ചൂസ് ദ ഓൾട്ടർനേറ്റീവ്സ്, പല മാർഗങ്ങളിലൂടെ നമ്മൾ ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇനി ബി നോക്കിയേ, പർച്ചേസിംഗ് എക്യുപ്മെന്റ്. ഇനി നമ്മൾ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവിടെ കുറച്ച് പോയിന്റ്സ് വീണ്ടും തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ, എല്ലാവരും ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട, നോക്കാം. അവിടെ നമുക്ക് പറഞ്ഞേക്കുന്നത് മേജർ സ്റ്റെപ്സ് ഫോർ പർച്ചേസിംഗ് എ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റെപ്സ് ആണ്. ആദ്യം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണ്, എപ്പോഴെപ്പോഴും വാങ്ങണതല്ല അല്ലെ, ഒരു ഫിക്സ്ഡ് അസറ്റ് ആണ്, സ്ഥിര ആസ്തിയാണ്, നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാ, ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. നമ്മൾ ആദ്യം ഡിമാൻഡ് മുൻകൂട്ടി കാണുക. ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക. നമ്മൾ അതിന്റെ ഡിമാൻഡ് എന്താണ് എന്നുള്ളത് മുൻകൂട്ടി കാണുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. ഡിമാൻഡ് മുൻകൂട്ടി കാണുന്നു. ഇനി അടുത്ത എന്താ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ, സോഴ്സ് ഓഫ് ഫണ്ട്. ഇനി അത് എന്താ, നമുക്കത് വാങ്ങാനുള്ളൊരു ഫണ്ട് വേണ്ടേ അല്ലെ, നമുക്ക് അതിന്റെ ഫണ്ടിന്റെ ഉറവിടം, നമുക്ക് പൈസ വേണം.
അത് പർച്ചേസ് ചെയ്യാനുള്ള പൈസ വേണം. സോഴ്സ് ഓഫ് ഫണ്ട് അതെങ്ങനെയാകാം? ലോണുകളാകാം. ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് വെച്ചാൽ എന്താ? ഡിപ്രീസിയേഷൻ ഫണ്ട് എന്താണ്? ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലൊക്കെ ഉള്ള ഒരു ഫണ്ടാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് എന്താ? പുതിയ എന്തെങ്കിലും ഇതുപോലെയുള്ള മെഷീൻസോ എക്യുപ്മെന്റ്സോ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എന്താണ്? പുതിയ ഒരു എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പനിക്ക് ലഭ്യമാകുന്ന തുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിന് ലഭ്യമാക്കുന്ന തുകയാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾക്കായിട്ട് പുതിയ എക്യുപ്മെന്റ്സുകളൊക്കെ വാങ്ങാൻ വേണ്ടി ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു ഫണ്ടാണ് ഡിപ്രീസിയേഷൻ ഫണ്ട്. An amount of money that a company has available to buy a new asset. Efficiency purpose. ശരിയാണ്. Efficiency equipments ഇതൊക്കെ വാങ്ങാനായിട്ട് നമുക്ക് എന്താണ്? കമ്പനിക്കൊക്കെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ലഭ്യമാകുന്ന ഫണ്ട്. പിന്നെ ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. പിന്നെ നമുക്ക് പൈസ എവിടെ നിന്നാ വരുന്നേ? എങ്ങനെയാ? ഹോസ്പിറ്റലിന് പ്രോഫിറ്റ് ഉണ്ടാവില്ലേ? അല്ലെ? ഹോസ്പിറ്റലില് അക്യുമുലേറ്റ് ചെയ്ത, ഹോസ്പിറ്റലില് കൂട്ടി വെച്ച പ്രോഫിറ്റ്, ലാഭം, അതും പൈസ തന്നെയാണ് അല്ലെ? ലാഭം. ഇനി അടുത്തത് എന്താ? സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയുള്ള ഫണ്ട്. പ്രത്യേക എന്തെങ്കിലും ഉദ്ദേശങ്ങൾക്കായിട്ടുള്ള ഫണ്ട്. അതൊക്കെയാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഫണ്ട്. അതൊന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. ഏതൊക്കെയാണ് നമ്മുടെ സോഴ്സ് ഓഫ് ഫണ്ട്? ലോണുകളാവാം, ഡിപ്രീസിയേഷൻ ഫണ്ട് ആവാം, ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ഹോസ്പിറ്റലില് അക്യുമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കൂടിക്കിടക്കുന്ന ആ പ്രോഫിറ്റ് ലാഭമാകാം, അല്ലെങ്കിൽ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയുള്ള ഫണ്ട് ആകാം. ഇനി അവിടെ ഡിസിഷൻ മേക്കേഴ്സ്, അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ഡിസിഷൻ മേക്കേഴ്സ്. ഇനി ഫണ്ട് ഉണ്ട്, ഫണ്ട് കിട്ടി, ഇനി തീരുമാനം എടുക്കണം. ആരൊക്കെയാണ് ഡിസിഷൻ മേക്കേഴ്സ്? പർച്ചേസിംഗില് നമ്മൾ തീരുമാനം എടുക്കുന്നത്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ ഡിസിഷൻ എടുക്കുന്നത് ആരൊക്കെയാ? ടോപ്പ് മാനേജ്മെന്റ് അല്ലെ? ഏറ്റവും ടോപ്പിലുള്ള മാനേജ്മെന്റ്, ടോപ്പ് മാനേജ്മെന്റ്. അഡ്മിനിസ്ട്രേറ്റർ അല്ലെ? ഹോസ്പിറ്റൽ ഭരണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, HOD. HOD ആരാ? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. മെറ്റീരിയൽസ് മാനേജർ, മെറ്റീരിയൽസ് നമ്മൾ വാങ്ങുന്നേ. അപ്പൊ അവിടെ ആരും കൂടി വേണം? മെറ്റീരിയൽസ് മാനേജർ വേണം. പിന്നെ ക്യാഷും കാര്യങ്ങളൊക്കെ ആരാ? ഫിനാൻസ് മാനേജർ ആണ്, അവര് വേണം. ബയോമെഡിക്കൽ എഞ്ചിനീയർ. അപ്പൊ ഇത്രയും പേരാണ് ഡിസിഷൻ മേക്കേഴ്സിൽ വരുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ആരൊക്കെയാ വരുന്നേ? ടോപ്പ് മാനേജ്മെന്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, HOD ഉണ്ട്, മെറ്റീരിയൽസ് മാനേജർ ഉണ്ട്, ഫിനാൻസ് മാനേജർ ഉണ്ട്, ബയോമെഡിക്കൽ എഞ്ചിനീയർ ഉണ്ട്. ഇനി ഫോർത്ത് വൺ ഏതാണ്? സപ്ലയേഴ്സ്, വിതരണക്കാര്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിയേ, അഞ്ചാമത്തെ ഇൻഫർമേഷൻ ജനറേഷൻ. ഇൻഫർമേഷൻ ജനറേഷൻ, ഇൻഫർമേഷൻ ഫ്രം എക്സ്പേർട്സ്. എക്സ്പേർട്ടിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ, വിദഗ്ധരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ. ആൻഡ് പേഴ്സൺ ഹു ഡീൽ വിത്ത് ഇറ്റ്, അത് കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ വിദഗ്ധരിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ. അടുത്ത നോക്കി ആറാമത്തെ സ്റ്റെപ്പ് എന്താ പറഞ്ഞേക്കുന്നത്? ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്നത്? ഈ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ ഹോസ്പിറ്റലിന് എന്താണ്? ഹെൽപ്ഫുൾ ആണോ? സഹായകരമാണോ? അല്ലെ? വലിയ സാധനമാണ്. അപ്പൊ നമ്മൾ മേടിച്ചിട്ട് ഒരു ഉപയോഗം ഇല്ലാത്തതാണെങ്കിൽ വെറുതെ മൂലയ്ക്ക് വെച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ള പൈസ പോകുകയും ചെയ്യും, നഷ്ടാവുകയും ചെയ്യും. അപ്പൊ അതെന്തും കൂടി നമ്മൾ നോക്കണം. അത് ഹോസ്പിറ്റലിന് യൂസ്ഫുൾ ആണോ, ഹെൽപ്ഫുൾ ആണോ എന്നുള്ളതും നോക്കും. Is the instrument helpful to our institution? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് അത് പ്രയോജനപ്രദമാണോ? അടുത്തത് എന്താണ്? ഏഴാമത്തെ കമ്പാരറ്റീവ്ലി സ്റ്റഡി. കമ്പയർ ചെയ്യുന്നു, കമ്പയറിംഗ് ദ കൊട്ടേഷൻസ് കമ്പയർ ചെയ്യുന്നു. ഫിനാൻഷ്യൽ ടൂൾസ്, ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ്, ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ രീതികള്, ഫിനാൻഷ്യൽ ടൂൾസ്, ബഡ്ജറ്റിങ്ങും കോസ്റ്റിംഗ്, ചെലവും ഒക്കെ. അടുത്തത് 9th വൺ പർച്ചേസ് ചെയ്യുന്നു. Then 10th വൺ ഇൻസ്റ്റലേഷൻ. ഇൻസ്റ്റോൾ ചെയ്യാന്ന് വെച്ചാൽ സംഭരിക്കുന്നു. AC ഫോർ സം എക്യുപ്മെന്റ്. എക്യുപ്മെന്റ് എന്നാട്ടത്. AC ഫോർ സം എക്യുപ്മെന്റ്, സ്പേസ് ഓഫ് റൂം, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, ഇതൊക്കെ
വേണം. അതായത് എന്താ ഇൻസ്റ്റോൾ ചെയ്യുന്നു. ഇനിയിപ്പോ ചില എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കണമെങ്കിൽ നമുക്ക് സ്പെസിഫിക് റൂം വേണം, സ്പേസ് വേണം അല്ലെ. അത് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് വേണം. അല്ലെങ്കിൽ പിന്നെ ചില എക്യുപ്മെന്റ്സ് AC കേട്ടോ, AC ഫോർ സം എക്യുപ്മെന്റ്, ചില എക്യുപ്മെന്റ്സിനായിട്ടുള്ള AC ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യണം. ഇനി ലൈക്ക് റഫ് വാൾ ഫോർ എക്സ്റേ റൂം, അതൊരു എക്സാമ്പിൾ ആ പറഞ്ഞേക്കുന്നത്. പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എന്താ, ലൈക്ക് റഫ് വാൾ. എക്സ്റേ റൂമിന്റെ വാൾ എങ്ങനെയായിരിക്കണം, നമ്മൾ പഠിച്ചല്ല റേഡിയോളജിയില്, എങ്ങനെയായിരിക്കും, നല്ല റഫായിരിക്കണം അല്ലെ. റേഡിയേഷൻസ് ഒക്കെ നമ്മൾ പുറത്തേക്കൊക്കെ പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ല ഹൈ തിക്ക് വാളായിരിക്കണം എന്നൊക്കെ പഠിച്ചില്ലേ നമ്മള്. തിക്ക് വാളായിരിക്കണം, റഫ് വാളായിരിക്കണം, അങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും വരും. അപ്പൊ അങ്ങനെ 10 സ്റ്റെപ്പ് അവിടെ പറയുന്നുണ്ട്, വായിച്ചു വെക്കുക കേട്ടോ. ഏതൊക്കെയാ നമ്മള് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട 9 മേജർ സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? അത് ഡിമാൻഡ് മുൻകൂട്ടി കാണുക, പിന്നെ സോഴ്സ് ഓഫ് ഫണ്ട് നോക്കുക, ഡിസിഷൻ മേക്കേഴ്സ്, ഡിസിഷൻ എടുക്കാനായിട്ട് ആരൊക്കെ, ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ, ഇവരെല്ലാവരുമാണ് ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത സപ്ലയേഴ്സ്, പിന്നെ നമ്മുടെ ഇൻഫർമേഷൻ, നമുക്ക് എക്സ്പേർട്ടിൽ നിന്നും അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യുന്ന ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷൻ, പിന്നെ നമ്മൾ എന്താ പറയുന്നത്, ആ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് യൂസ്ഫുൾ ആണോ, ഹെൽപ്ഫുൾ ആണോ, പിന്നെ എന്തെങ്കിലും കൊട്ടേഷൻസ് കമ്പയർ ചെയ്യുന്നു, ഫിനാൻഷ്യൽ ടൂൾ നോക്കുന്നു, പർച്ചേസ്, ഇൻസ്റ്റോൾ, ഇൻസ്റ്റലേഷൻ. 10 സ്റ്റെപ്സ്. ഇനി അടുത്തത് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. എക്യുപ്മെന്റിന്റെ മെയിൻ്റനൻസ് ആണ്. നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് മെയിൻ്റനൻസ് ചെയ്യാറില്ലേ? മെയിൻ്റനൻസ് ചെയ്യാറുണ്ടോ? മെയിൻ്റനൻസ് വർക്കൊക്കെ ചിലർക്ക് ഇച്ചിരി അറ്റകുറ്റപ്പണിയൊക്കെ കൂടുതലാ അല്ലെ. ചിലരൊക്കെ തന്നെയൊക്കെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നു. അത് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് 2 സെക്ഷൻ ആയിട്ടാണ് പറഞ്ഞത് കേട്ടോ. മെയിൻ്റനൻസ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് തന്നിട്ടുണ്ട്, മെയിൻ്റനൻസ് ഇൻ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞ് കുറച്ച് തന്നിട്ടുണ്ട്. ഇതൊരു വലിയ ചാപ്റ്റർ, നിങ്ങൾ നോക്കിയില്ലായിരുന്നോ ടെക്സ്റ്റ്? അപ്പൊ അതുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ നമുക്ക് പോകണം കേട്ടോ. ഒരു പേജ് അല്ലെങ്കിൽ 1.5 പേജ് ഒന്നും ഒരു ക്ലാസ്സിൽ എടുത്ത് നമുക്ക് തീരൂല. എളുപ്പമല്ല, എന്നാലും ഇത്തിരി വലിയ ചാപ്റ്റർ ആണെന്നുള്ളൂ, മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഏകദേശം നമ്മള് ഒരു 3 പേജെങ്കിലും, 3 പേജ് ഇല്ലെങ്കിലും ഒരു 2.5 പേജെങ്കിലും ഒരു ക്ലാസ്സിൽ തീർത്താലാണ് നമുക്കൊരു 8 ക്ലാസ് കൂടുതൽ ഇതിന് എടുക്കാൻ പറ്റില്ല മാക്സിമം. ഇപ്പൊ നമുക്ക് എത്രാമത്തെ, 3ാമത്തെ ക്ലാസ് അല്ലേ ഇതിന്റെ? 3ാമത്തെ ക്ലാസ് അല്ലേ നമ്മൾ ഇത് എടുക്കണേ? ഓക്കെ. അതുകൊണ്ട് ഇച്ചിരി വലിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് കുറച്ചും കൂടി നമ്മളൊന്ന് എടുത്ത് പോവുക കേട്ടോ. ഓക്കെ, ഇതൊക്കെ അറിയാവുന്നതാണ്. മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. Scientific approach to restain the breakdown of an equipment is called maintenance. എന്താണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്? നമ്മളും ചെയ്യാറുണ്ട്, മെയിൻ്റനൻസ് ചെയ്യാറുണ്ട്. ഒരു എന്താ പറയാ, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ്, എന്തെങ്കിലും മെഷീൻസ് കേടായാൽ നിങ്ങൾ തന്നെ മെയിൻ്റനൻസ് ചെയ്യും. ഒരു സ്വിച്ച് കേടായി പോയാ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് കൈ കടത്തും അല്ലെ. അപ്പൊ ഒരു ഫാന് എന്തെങ്കിലും ഇത് വന്നാ ചിലരൊക്കെ കുറച്ചൊക്കെ അത്യാവശ്യം ജനറലായിട്ട് മോട്ടർ, ഓക്കെ ശരി, വെരി ഗുഡ്, സൗണ്ട് അല്ലെ, റീറ്റേക്ക് എടുത്തിട്ടുണ്ട്, നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. ചെറിയ കാര്യമൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാത്തിനും TV ചെറിയൊരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി പുറത്തുനിന്നൊന്നും ആരെയും വിളിക്കാനൊന്നും നിൽക്കില്ല അല്ലെ. നമുക്ക് അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാധനമൊക്കെ ആണെങ്കിൽ നമ്മൾ അത് കൈകാര്യം ചെയ്യും. ഇപ്പൊ ഒരു ഗ്യാസിന് എന്തെങ്കിലും ഒരു ചെറിയൊരു ചെറുതാട്ടോ, വലിയ വലിയ കാര്യത്തിനൊക്കെ നമ്മൾ എന്തായാലും അവരുടെ ഏജന്റുമാരെയോ അല്ലെങ്കിൽ അവരെ വിളിക്കണം. സ്വിച്ച് എന്താ പറയാ, നമ്മൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിലൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. തന്നെത്താനെ ഇങ്ങനെയുള്ള റിപ്പയർ ഒന്നും ചെയ്യരുത്, ഇലക്ട്രീഷ്യനെ വിളിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കുന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എങ്കിലും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമ്മളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് നമുക്ക് പറ്റിയിരിക്കും മാത്രമാണ് പുറത്തൊന്ന് വിളിക്കുള്ളൂ അല്ലെ. ഒരു എക്യുപ്മെന്റിന്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, സയന്റിഫിക് അപ്രോച്ച്. എന്താണ്? ഒരു ശാസ്ത്രീയമായ സമീപനമാണ്. ടു റീസ്റ്റെയിൻ എന്ന് വെച്ചാൽ എന്താ? തടയുക, കൺട്രോൾ ചെയ്യുക. The breakdown of an equipment. ഒരു എക്യുപ്മെന്റ് അതിന്റെ തകർച്ച തടയുന്നതിന് വേണ്ടിയുള്ള സയന്റിഫിക് അപ്രോച്ചാണ്, ശാസ്ത്രീയമായ സമീപനമാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ് ഇത് തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ.
സ്റ്റോപ്പ് ആവാതിരിക്കാൻ അല്ലേ? ശരിയാണ്. Scientific approach to restrain the breakdown of an equipment is called the maintenance. കിട്ടിയില്ലേ? എന്താ അത് തകരാതിരിക്കാൻ അല്ലെങ്കിൽ അത് കേടാവാതിരിക്കാനൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ശാസ്ത്രീയമായിട്ടുള്ള സമീപനമാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നേ, ഒരു എക്യുപ്മെന്റിന്റെ ഒരു ഉപകരണത്തിന്റെ തകർച്ച തടയുന്നതിനുള്ള ശാസ്ത്രീയമായ സമീപനമാണ് മെയിന്റനൻസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ സെന്റൻസ്? ഈസ് കോൾഡ് ഡാഷ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അങ്ങനെ നമ്മൾ മെയിന്റനൻസ് നമുക്ക് 3 രീതിയിൽ പറയാം. ഡിവൈഡ് ഇൻടു 3. ഏതൊക്കെയാ? പ്രിവെന്റീവ്, ഡിറ്റക്റ്റീവ്, ബ്രേക്ക് ഡൗൺ. പ്രിവെന്റീവ്, ഡിറ്റക്റ്റീവ്, ബ്രേക്ക് ഡൗൺ. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഷെഡ്യൂൾഡ് ആണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. ഡൺ, DONE എന്നാട്ടോ അത്. ഡൺ പീരിയോഡിക്കലി, DONE. ഡൺ ആട്ടോ, DON ഉള്ളൂ, അവിടെ ഇയും കൂടി ഉണ്ട്, അത് മിസ്സായതാണ്. DON. എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ പീരിയോഡിക്കലി, ഇടയ്ക്കിടയ്ക്ക്. ദാറ്റ് ഈസ് once in a year or 2. അല്ലെ? ഇടയ്ക്കിടയ്ക്ക് 1-2 വർഷത്തിലൊരിക്കൽ, 1 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. അത് ഷെഡ്യൂളാണ് അല്ലെ? ഷെഡ്യൂളാണ്. 1 വർഷം കൂടുമ്പോഴും നമ്മളിപ്പോ അത് കേടായിട്ടല്ല നമ്മൾ ചെയ്യണേ അല്ലെ? 1-2 വർഷമൊക്കെ കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് പ്രിവെന്റീവ് എന്ന് പറയുന്നത്. പ്രതിരോധിക്കാം അല്ലെങ്കിൽ അതിനെ തടയാൻ, അത് കേടാവുന്നത് തടയാൻ വേണ്ടി. അടുത്ത് നോക്കി, ഡിറ്റക്റ്റീവ് എന്താ? ഡൺ ഫോർ ഫൈൻഡിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം. ഒരു പ്രത്യേക പ്രശ്നം കണ്ടെത്തുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് ഡിറ്റക്റ്റീവ് മെയിന്റനൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു, അതെന്താന്ന് കണ്ടെത്താൻ. മൊത്തം കേടാവുകയല്ല, മൊത്തം കേടാവുകയല്ല. എന്താ? ഒരു ചെറിയ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ടാവും, എന്ത് ഒരു ചെറിയൊരു പ്രശ്നം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഡിറ്റക്റ്റീവ് മെയിന്റനൻസ് എന്താ? ഡൺ ഫോർ ഫൈൻഡിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം. ഒരു ECG മെഷീൻ ഡിറ്റക്റ്റീവ് മെയിന്റനൻസ് ചെയ്യല്ലേ? എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ചെറിയൊരു പ്രശ്നം വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഡിറ്റക്റ്റീവ് മെയിന്റനൻസ്. അടുത്ത് നോക്കിയ 3-ാമത്തെ ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ ആയ മെഷീൻ വിൽ ബ്രേക്ക് ഡൗൺ ആൻഡ് വിൽ നോട്ട് വർക്ക്. ബ്രേക്ക് ഡൗൺ ആകുക, അത് വർക്ക് ചെയ്യുന്നില്ല അല്ലേ? ആക്ടിവിറ്റി നോട്ട് കംപ്ലീറ്റഡ്, അവിടെ പ്രവർത്തനം പൂർത്തിയാവുന്നില്ല. ഐഡിയൽ ടൈം ആൻഡ് കോസ്റ്റ് ഹൈ. ഇനിയിപ്പോ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളത് മെയിന്റനൻസ് ചെയ്യുമ്പോ എങ്ങനെയാ? ഒട്ടും പ്രവർത്തിക്കാത്തത് അല്ലെങ്കിൽ മൊത്തം ചീത്തയായത് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? അതിന് ടൈം എങ്ങനെ വേണം? കൂടുതൽ വേണ്ടേ? ചെറിയ കംപ്ലൈന്റ് ചെയ്യണവരാണോ മൊത്തം കേടായി പോയ സാധനം നന്നാക്കുമ്പോ ടൈം കൂടുതൽ വേണം, കോസ്റ്റും ഹൈ ആവും അല്ലെ? പൈസയും കൂടുതലാവൂലേ? നിങ്ങൾ ചെയ്യാറില്ലേ? നിങ്ങളുടെ ഒരു 2 വീലർ ഒരു ചെറിയൊരു കംപ്ലൈന്റ് ഉള്ളൂ, ഒരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളൂ, നമ്മൾ കടയിൽ കൊടുത്തു, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും, പൈസയും കുറച്ചാവുള്ളൂ. ടൈം കുറച്ചെടുക്കുള്ളൂ, പൈസയും കുറയും. എന്നാൽ നിങ്ങളുടെ വണ്ടി ഒട്ടും വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇതാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കേടായെങ്കിൽ അല്ലെ? ഒരു സ്വിച്ചിന് മാത്രമേ കംപ്ലൈന്റ് ഉള്ളൂ. ആദ്യത്തെ എക്സാമ്പിൾ, നമ്മൾ സ്വിച്ചിന് മാത്രം കംപ്ലൈന്റ് ഉള്ളെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവർ നന്നാക്കി തരും, ഇപ്പൊ ചെറിയ പൈസയാവുള്ളൂ. എന്നാൽ വണ്ടി മൊത്തം ബ്രേക്ക് ഡൗൺ ആയി, ഒട്ടും സ്റ്റാർട്ട് ആവുന്നില്ല, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലോ പൈസ കൂടുതൽ മേടിക്കില്ല അവര്, കോസ്റ്റും ഹൈ ആവും, അത് നന്നാക്കി തരാനെടുക്കുന്ന സമയവും കൂടുതലായിരിക്കും. അങ്ങനെ 3 തരത്തിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനിയിപ്പൊ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് കയറണം, അതുകൊണ്ട് നിങ്ങളൊന്ന് വായിച്ചിട്ട് നാളെ ഉണ്ടല്ലോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അടുത്ത ക്ലാസ്സിലേക്ക് ചോദിക്കാം കേട്ടോ. ഞാൻ അത്രയും തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ 3 തരത്തിലാണ് നമ്മുടെ എക്യുപ്മെന്റ് മെയിന്റനൻസ് നമ്മൾ പറഞ്ഞത്. പ്രിവെന്റീവ്, ഡിറ്റക്റ്റീവ്, ബ്രേക്ക് ഡൗൺ. ഓക്കെ, താങ്ക് യു.